ഫോമൽ ഇൻഫോർമൽ ആകാനാണ് സാധ്യത കൂടുതലും. പലർക്കും, ചുരുക്കം ചിലർക്ക് ഫോമൽ ആയിട്ട് എഴുതി കാണാം. ഇന്ന് രാത്രിയിൽ സ്തോത്രം, കർത്താവ് നമുക്കൊരു ഉത്തരവാദിത്വം കൂടെ തരികയാണ്. നമ്മളിങ്ങനെ ഇൻഫോർമലായിട്ട് കേൾക്കുന്നത്, ഇങ്ങനെ കേട്ടറിഞ്ഞിങ്ങനെ പോകുന്നതിനേക്കാൾ കൂടുതൽ ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, ഞാൻ നിന്നെ കുറിച്ച് അറിഞ്ഞത് പോരാ, എനിക്കിനിയും നിന്നെ കുറിച്ച് അറിയണമെന്ന് കർത്താവിനോട് പറയുവാൻ ഒരുക്കമാണെങ്കിൽ, രാത്രിയാമങ്ങളിൽ മറ്റാരും നമ്മെ ശല്യപ്പെടുത്താത്തപ്പോഴും അവൻ നമ്മുടെ അരികിൽ വന്നിരുന്ന് തന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമ്മിൽ പകർന്ന് നമ്മെ തന്നോട് അടുപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് ഇഷ്ടമുണ്ട്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് തന്നെ താൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണ്. ഞാൻ അതുകൊണ്ട് പലപ്പോഴും ബൈബിളിലെ ദൈവത്തെ വിളിക്കുന്നത് സെൽഫ് റിവീലിംഗ് ഗോഡ് എന്ന, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവമെന്ന. മറ്റൊരാൾക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയില്ല. ഇവിടെയാണ് ദൈവിക വെളിപ്പാടിന്റെ പ്രാധാന്യം. സ്തോത്രം. നാം കർത്താവിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിച്ചാൽ, അതിൽ നിലനിൽക്കുവാൻ നാം ആഗ്രഹിച്ചാൽ, പ്രിയരെ, വീഴുവാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്തോത്രം.